നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. വളരെ നടുക്കത്തോടു കൂടിയിട്ടാണ് വിദ്യാർത്ഥിയുടെ മരണവാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ദുരൂഹതയേറാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മൃതദേഹത്തിൽ മുറിപ്പാടുകൾ കണ്ടെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് പെൺകുട്ടിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊയിലാണ്ടി പോയിൽക്കാവ് സ്വദേശി അനിയുടെ മകളാണ് മരിച്ചിരിക്കുന്നത്. ഗുരുദേവ കോളേജ് വിദ്യാർത്ഥിയാണ് പെൺകുട്ടി. ഇന്നലെ പ്രദേശത്ത് അമ്പലത്തിലെ ഉത്സവത്തിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോയ സമയത്താണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് അവിടെ ഉത്സവം നടക്കുകയായിരുന്നു. ഈ സമയത്ത് വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ തന്നെ അമ്പലത്തിൽ ഉത്സവത്തിനായിട്ട് പോയിരിക്കുകയായിരുന്നു. പെൺകുട്ടി മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നീട് മാതാപിതാക്കൾ ഉത്സവം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇതിൽ മൃതദേഹത്തിന്റെ നെറ്റിയിലും താടിയിലും അടക്കം 3 സെന്റിമീറ്റർ ആഴത്തിൽ മുറിവുകളുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ദുരൂഹത ഉയർത്തുന്നത്. ഇതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മൃതദേഹം സ്കൂൾ യൂണിഫോമിലാണ് കിടന്നിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മരണകാലത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതക ശ്രമമാണോ മരണത്തിന് കാരണം എന്നുള്ളതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അമ്പലത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സമയം പെൺകുട്ടി മാത്രമായിരുന്നു വീട്ടിൽ? മറ്റേതെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അയൽവാസികളൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടിരുന്നോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമായിരിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ എന്താണ് മരണകാരണം എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതേസമയം തന്നെ വീട്ടുകാരും അതുപോലെ നാട്ടുകാരൊക്കെ തന്നെ നടുക്കത്തിലാണ്. എപ്പോഴും വളരെ ചിരിച്ച മുഖത്തോടു കൂടി കാണുന്ന ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്.